എല്ലാവരും സുഖമല്ലേ? ഇന്ന് ഗ്രീൻ പീസും കൊണ്ട് ഒരു വട ഉണ്ടാക്കാൻ കാണിച്ചു തരാം. സാധാരണ നമ്മൾ കടലപ്പരിപ്പോ തുവരപ്പരിപ്പോ കുതിർത്ത് അരയ്ക്കല്ലേ ചെയ്യുക. ഇത് ഡ്രൈഡ് ഗ്രീൻ പീസ് കുതിർത്തിട്ട് ഇഞ്ചിയും പച്ചമുളകും പെരുംജീരകമൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കുക ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗ്രീൻ പീസ് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 2 സ്പ്രിഗ് കരിവേപ്പില, പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി. എന്നിട്ട് നമുക്കിതിനെ മിക്സിയിൽ അരച്ചെടുക്കുക. ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുക. പെരുംജീരകം ആഡ് ചെയ്യരുത്, അത് ലാസ്റ്റ് മിക്സ് ചെയ്യുക. അതിൽ പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ 2 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെയും ഇഞ്ചിൻ്റെയും ഫ്ലേവേഴ്സാണ് കൂടുതൽ വേണ്ടത്. കണ്ടില്ലേ? എന്നിട്ട് ചെറിയ ചെറിയ പാറ്റീസാക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കുക. പുറത്തൊക്കെ ഇങ്ങനെ ബ്രൗൺ ആയിട്ടുണ്ടാവും, പക്ഷെ അകത്ത് നല്ല പച്ച കളറിലുണ്ടാവും. ഇതിൻ്റെ കൂടെ നമുക്ക് മിൻറ്റ് ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ 2 കപ്പ് ഗ്രീൻ പീസ് ഇട്ടിട്ട് എനിക്കൊരു 45 ചെറിയ വടകളാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും, ഒരു വ്യത്യാസം ടേസ്റ്റും ഉണ്ടാവും. പെട്ടെന്ന് ചെയ്തെടുക്കുക. ഉള്ളി അതൊന്നും ആവശ്യമില്ല. വെറും ഇഞ്ചി, പച്ചമുളക്, പെരുംജീരകത്തിൻ്റെ ഫ്ലേവേഴ്സിൽ തന്നെ വളരെ രുചിയായിട്ടുണ്ടാവും. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.